കെ.പി.സി.സി പുനഃസംഘടനയിൽ നേതൃത്വത്തിൽ ആശയക്കുഴപ്പം. നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ തീരുമാനമായില്ല. ഡി.സി.സി അധ്യക്ഷന്മാരെ മാറ്റുന്നതിലും തർക്കമുണ്ടെന്നാണ് സൂചന. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന നടത്തി പൊട്ടിത്തെറി വേണ്ടെന്നാണ് ചില നേതാക്കളുടെ അഭിപ്രായം. പുതിയ കെ.പി.സി.സി അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും വന്നിട്ടും മറ്റു ഭാരവാഹികളുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. സമ്പൂർണ്ണ പുനഃസംഘടനയില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി. കെ.പി.സി.സി ഭാരവാഹികളെ പൂർണ്ണമായി മാറ്റില്ല. നിലവിലെ ഒഴിവുകൾ നികത്തും. കാര്യക്ഷമതയില്ലാത്ത ഡി.സി.സി അധ്യക്ഷന്മാരെ മാറ്റും. ഇതാണ് ദില്ലിയിൽ ചർച്ചയിലുണ്ടായ ധാരണ. മാനദണ്ഡം വച്ച് പ്രവർത്തന മികവ് നോക്കി പുതിയ കെ.പി.സി.സി ഭാരവാഹികളെയും ഡി.സി.സി പ്രസിഡന്റുമാരെ നിയമിക്കാനാണ് കെ.പി.സി.സി നേതൃത്വത്തിന് എ.ഐ.സി.സി അനുമതി നൽകിയത്. പക്ഷേ ഇതുവരെ കാര്യമായ ചർച്ചകളൊന്നും പ്രധാന നേതാക്കൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ആരെ ഒഴിവാക്കും, പുതുതായി ആരെ ഉൾപ്പെടുത്തും എന്നതിലാണ് തർക്കം തുടരുന്നത്. ഡി.സി.സി അധ്യക്ഷന്മാരെ മാറ്റുന്നതിലും ഇതേ തർക്കമുണ്ട്. തൃശൂർ ഒഴികെ ബാക്കി 13 ഡി.സി.സി അധ്യക്ഷന്മാരെ മാറ്റണമെന്നായിരുന്നു നേരത്തെ ഉണ്ടാക്കിയ ധാരണ. എന്നാൽ ചില ഡി.സി.സി അധ്യക്ഷന്മാർക്ക് പിന്തുണയുമായി നേതാക്കൾ തന്നെ രംഗത്തെത്തി. ഇതോടെ നേതാക്കൾ പല ചേരിയായി പിരിഞ്ഞു. ചർച്ചകൾ മുന്നോട്ടു പോയില്ല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന നടത്തി ഒരു പൊട്ടിത്തെറി വേണ്ടെന്നാണ് ചില നേതാക്കളുടെ അഭിപ്രായം. അതേസമയം ഈ മാസം അവസാനത്തോടെ കെ.പി.സി.സി അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ വീണ്ടും ദില്ലിയിലേക്ക് പോകും. അടുത്ത മാസം ആദ്യവാരം തന്നെ പുതിയ ഭാരവാഹി പട്ടിക എ.ഐ.സി.സി പ്രഖ്യാപിക്കുമെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.